ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് ഒന്നുമല്ല, ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇത് മോൻകുട്ടിൻ്റെ സ്കൂളിലേക്ക് ഒരു ചെറിയ ക്രാഫ്റ്റ് ചെയ്ത് കൊടുത്ത് വിടാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള പേപ്പർ വെച്ച് ഞാൻ ചെറിയൊരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ അലുക്കുലത്ത് പരിപാടികളൊക്കെ ഇരുന്ന് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അപ്പം ക്ഷമയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും മുന്നിലല്ല, വളരെ പിന്നിലാണ്. കാരണം എനിക്ക് ക്ഷമ ഒട്ടുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് മെനക്കെട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും ശരിയായില്ല, നമ്മളത് ഇട്ടിട്ട് പോകും. അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ അങ്ങനെയാണ്. എനിക്കതിനുള്ളൊരു താല്പര്യം കൊണ്ടിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല, പ്രത്യേകിച്ച് ആർക്കും യൂസ് ആവുമെന്ന് ചോദിച്ചാൽ മോൻകുട്ടിന് വേണമെങ്കിൽ യൂസ് ആവാം. അങ്ങനെ അവന് വേണ്ടിയിട്ട് എന്ന് കരുതിയിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഇതുപോലൊന്ന് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലൊക്കെ കാണിച്ചു കൊടുത്താൽ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യട്ടെ എന്ന് കരുതി. ഇതൊക്കെ കാണുമ്പം നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടാണല്ലോ അവർ ഓരോന്നൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു പീസ് റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് വേറൊരു കളർ പേപ്പറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലൊരു 3-4 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെറ്റാക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം പല കളേഴ്സിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പം ഇതെൻ്റെ കയ്യിൽ ഈ 2 കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിന് അടിഭാഗത്ത് ഇതുപോലെ ഒരു പേപ്പറും കൂടെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പിന്നെ അതൊന്ന് സെറ്റ് ആകാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. കാരണം ആ ഗം ഒന്ന് ഒട്ടിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റ് ആകാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇതൊരു ചെറിയ പെൻ ഹോൾഡറായിട്ട് യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ കയ്യിലുള്ള കുറേ പെന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ഇട്ട് നോക്കി, സംഭവം സെറ്റായിട്ടുണ്ട്. ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ മെയിനായിട്ട് എൻ്റെ മോന് അവനിതൊക്കെ കാണുമ്പോഴത്തേക്കും അവനിലുള്ളൊരു ക്രിയേറ്റിവിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. പിന്നെ നമ്മുടെ ഒരു ഹാപ്പിനെസ്സും, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ.